ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സെറം ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. ഇതൊരു പവർഫുൾ സെറാണ് കേട്ടോ. ഇത് രാത്രി കിടക്കുന്നതിന് മുന്നേ നമ്മുടെ മുഖത്തേക്ക് അടിച്ച് കിടന്നാൽ മാത്രം മതി. കഴുകി കളയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് മുഖത്തേക്ക് അടിച്ചിട്ട് ടാബ് ചെയ്തിട്ട് നമുക്ക് കിടന്നുറങ്ങാവുന്നതാണ്. ഇത് നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള, അതായത് സ്കിൻ വൈറ്റനിങ്ങിന് ഒരുപാട് സഹായിക്കുന്ന ഒരു സെറാണ്. അപ്പോൾ ഇതിങ്ങനെ തയ്യാറാക്കാന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ളത് തക്കാളിയും ഉരുളക്കിഴങ്ങുമാണ്. തക്കാളി വലിയ തക്കാളി ആണെങ്കിൽ അതിൻ്റെ പകുതി എടുക്കുക, ചെറുതാണെങ്കിൽ ഒന്ന് ഫുൾ എടുക്കുക. പിന്നെ ഒരു മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങും കൂടി എടുക്കുക. ഇത് രണ്ടും കൂടിയിട്ട് ഒരു മിക്സിയുടെ ജാറിൽ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കണം. അപ്പോൾ മിക്സിയുടെ ജാറ് ഇനി മിക്സി ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ അതൊന്ന് ചിരകി എടുക്കൂലേ നമ്മൾ, അങ്ങനെ ചിരകി എടുത്തിട്ട് അതിൻ്റെ നീര് പിഴിഞ്ഞെടുത്താലും മതി. അപ്പോൾ ഇതിപ്പോൾ ഞാൻ എല്ലാവർക്കും മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ചെയ്യുന്നതാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇത് ഉരുളക്കിഴങ്ങ്, ചിലർ ചോദിക്കാറുണ്ട് പുഴുങ്ങിയ ഉരുളക്കിഴങ്ങാണോ എന്നല്ല, പുഴുങ്ങാത്തതെന്ന് ഉരുളക്കിഴങ്ങാണ് കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങും തക്കാളിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം റോസ് വാട്ടർ ഒഴിച്ചിട്ടാണ് നമ്മളിത് ഒന്ന് അടിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ റോസ് വാട്ടർ ഒരു 2 ടേബിൾ സ്പൂണോളം റോസ് വാട്ടർ ഞാൻ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലവണ്ണം നമുക്ക് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു അരിപ്പയിലൂടെ അരിച്ചെടുക്കണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മിക്സിയുടെ ജാറില്ലാണ്ട് നിങ്ങൾ ചിരകി എടുക്കുന്നതാണെങ്കിൽ അതിൻ്റെ നീര് പിഴിഞ്ഞെടുത്തതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ റോസ് വാട്ടർ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അല്ലാത്തവർക്ക് ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കി വരുന്ന ആ ഒരു പാർട്ടിക്കിൾസ് ഉണ്ടല്ലോ, അതിനെ കൊണ്ട് നമുക്ക് മുഖം വേണമെങ്കിൽ സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം അലോവേര ജെല്ലാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു വെള്ളത്തിൽ നമ്മൾ ഈ അലോവേര ജെല്ല് ഇട്ടാൽ അത് ശരിക്കും അങ്ങോട്ടേക്ക് മിക്സ് ആവില്ല. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ബീറ്റ് ചെയ്യണം. നന്നായി ബീറ്റ് ചെയ്താൽ മാത്രമേ ഈ ഒരു അലോവേര ജെല്ല് ഈ ഒരു മിക്സിൻ്റെ കൂടെ നന്നായിട്ട് മിക്സ് ആയി കിട്ടൂ. അല്ലെങ്കിൽ അലോവേര ജെല്ല് സെപ്പറേറ്റ് ആയിട്ട് മാറി കിട്ടും. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു കണ്ടെയ്നറിലേക്ക് മാറ്റാം. അപ്പം ഞാനിതൊരു സെറം ബോട്ടിലാണ് ഒഴിച്ച് വെക്കുന്നത്. നിങ്ങളടുത്ത് സ്പ്രേ ബോട്ടിലോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള സെറം ബോട്ടിലോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഒഴിച്ച് വെച്ചാലാണ് നിങ്ങൾക്കിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈസി ആയിട്ട് ഉണ്ടാകുക. അല്ലാന്നാണെങ്കിൽ നിങ്ങളിങ്ങനെ കൈമേൽ ആക്കിയിട്ട് ഇതാക്കേണ്ടി വരുമല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ബോട്ടിൽ സൂക്ഷിച്ച് വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വേണമെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക, പുറത്ത് വേണമെങ്കിൽ പുറത്തൊരു 15 ദിവസത്തിൽ ഇത് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് സൂക്ഷിക്കണം കേട്ടോ. ഇത് ദിവസവും രാത്രി കിടക്കുന്നതിൻ്റെ മുന്നേ നമ്മൾ നമ്മുടെ മുഖത്തെ അടിച്ചു കൊടുക്കുക. നല്ല മുഖമെല്ലാം കഴുകിയെടുത്തതിന് ശേഷം നമ്മുടെ മുഖത്തേക്ക് ഒന്ന് ഇതേപോലെ ഒന്ന് ഷെയ്ക്ക് ചെയ്യുക. ഷെയ്ക്ക് ചെയ്തതിന് ശേഷം ഇതേപോലെ മുഖത്തേക്കൊന്ന് അടിച്ചു കൊടുക്കുക. മുഖത്തേക്ക് അടിച്ചു കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് കിടന്നാൽ മതി. മുഖത്തെ കറുത്ത പാട്, കരിവാളിപ്പ് എല്ലാം മാറാനും മുഖം നല്ല ക്ലിയർ ആവാനും സഹായിക്കുന്ന പവർഫുൾ ആയിട്ടുള്ളൊരു സെറാന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾക്കറിയാം, പൊട്ടാറ്റോ ജ്യൂസും ടൊമാറ്റോ ജ്യൂസുമാണ് ഇതിലുള്ളത്. പിന്നെ പിറ്റേന്ന് രാവിലെ എണീച്ച് നിങ്ങൾ കഴുകി കളഞ്ഞതിന് ശേഷം നിങ്ങളൊരു മോയ്സ്ചറൈസർ മുഖത്തേക്ക് ദിവസവും ഉപയോഗിക്കണം കേട്ടോ. അപ്പോൾ ഇത് ബാക്കി നമ്മൾ ഇതേപോലെ തന്നെ അടച്ച് വെച്ച് ഫ്രിഡ്ജിലേക്ക് സൂക്ഷിക്കും. ഇതൊരു 10 ദിവസം നിങ്ങൾ ട്രൈ ചെയ്താൽ തന്നെ ഏകദേശം നിങ്ങൾക്ക് റിസൾട്ട് വിസിബിളായിട്ട് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത്. ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടിയും ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.